ഹലോ മക്കളെ, നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ഇയർ സോളജിയിലെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കണ്ട് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫ്രീ മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ iPhone ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വർഷത്തെ NEET JEE അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അഡ്മിഷൻ നടക്കുന്നുണ്ട്. 5000 റുപ്പീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ വിളിച്ച് പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇയാളെ നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ നമ്മൾ പറയാം. ഹി കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഇൻ ഗാർഡൻ പീ പ്ലാന്റ് പൈസം സറ്റൈവം ഫോർ 7 years. 7 വർഷം ഗാർഡൻ പീ പ്ലാന്റിൻ്റെ മുകളിൽ മുപ്പര് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തുകയുണ്ടായി. ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് 7 years. 1856 സ്റ്റാർട്ട് ചെയ്തു, 1863 അവസാനിപ്പിക്കുകയാണ്. മൂപ്പര് ഈ ഗാർഡൻ പീ പ്ലാന്റിൽ 7 pairs ഓഫ് ക്യാരക്ടറിനെയാണ് മൂപ്പര് സ്റ്റഡി ചെയ്തത്. ആ 7 ക്യാരക്ടറുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, സീഡ് ഷേപ്പ്, സീഡ് കളറ്, പോഡ് ഷേപ്പ്, പോഡ് കളറ്, ഫ്ലവർ പൊസിഷൻ, ഫ്ലവർ കളർ. ഈ 7 ക്യാരക്ടേഴ്സിനെയാണ് ഗാർഡൻ പീ പ്ലാന്റിൽ മൂപ്പര് സ്റ്റഡി ചെയ്തത്. ഓക്കെ, ഇനി ഇയാൾ നടത്തിയ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇയാൾ നടത്തിയ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. എന്തിനാണ് മെൻഡൽ മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ഒരു ജീൻ പാരൻസിൽ നിന്നും കുട്ടികളിലേക്ക് എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെൻഡൽ ഏത് ക്രോസ് നടത്തിയത്? മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയത്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്രോസ് ബിറ്റ്വീൻ 2 parents ഡിഫറിങ് ഇൻ 1 character പെയർ. ഒരു ക്യാരക്ടർ വ്യത്യസ്തമുള്ള 2 പാരൻസിനെ തമ്മിൽ മെൻഡൽ ക്രോസ് നടത്തുകയാണ്. അതായത് മെൻഡൽ ഒരു ടോൾ പ്ലാന്റിനെ ഡോർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. ഇവിടെ ഒരു ക്യാരക്ടർ ഡിഫറൻ്റ് ആണുള്ളത്. ഒരാൾ ടോളാണ്, ഒരാൾ ഡോർഫാണ്. ഈ ടോളിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി എന്നെഴുതും, ഡോർഫിൻ്റെ ജീനോടൈപ്പ് സ്മോൾ ടി എന്നെഴുതും. ഓക്കെ, ഈ പാരൻസ് ഉണ്ടാക്കുന്ന ഗ്യാമേറ്റ് ക്യാപിറ്റൽ ടി ആണ്, ഈ പാരൻസ് ഉണ്ടാക്കുന്ന ഗ്യാമേറ്റ് സ്മോൾ ടി ആണ്. അതിനുശേഷം ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ മെൻഡലിന് 1ാം തലമുറ F1 കിട്ടി. F1 മൊത്തം ഏത് പ്ലാന്റ് ആണ്? ടോൾ പ്ലാന്റ് ആണ്. അതിനുശേഷം മെൻഡൽ ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തി. അതായത് സെൽഫിങ് ചെയ്തു. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1ാം തലമുറ വളർന്ന് വലുതായപ്പോൾ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് എടുത്തുകൊണ്ട് അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ഇടുക. ഇതിനെ നമ്മൾ സെൽഫിങ് എന്ന് വിളിക്കുക. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ 2ാം തലമുറയിൽ മൂപ്പർക്ക് 3 ടോൾ പ്ലാന്റുകൾ കിട്ടി, 1 ഡോർഫ് പ്ലാന്റുകൾ കിട്ടി. അതിന് നമ്മൾ പറയുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. അത് എത്രയാണ്? 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കിട്ടിയത്. ഇനി മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി 1, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2, സ്മോൾ ടി 1. ഇതിനെ നമ്മൾ മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയും. ഇതാണ് മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. കൺസ്ട്രക്റ്റ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് ബിറ്റ്വീൻ ഹോമോസൈഗസ് യെല്ലോ സീഡ് ആൻഡ് ഗ്രീൻ സീഡ് പ്ലാന്റ് ആൻഡ് എക്സ്പ്രസ് F2 വിത്ത് പ്യൂനറ്റ് സ്ക്വയർ. ഇങ്ങനെ ചോദിക്കും. അതായത് നിങ്ങളോട് പറയാണ് ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് കൺസ്ട്രക്ട് ചെയ്യാൻ. ആരൊക്കെ ഉപയോഗിച്ചിട്ട്? യെല്ലോ സീഡുള്ള ഒരു പീ പ്ലാന്റും ഗ്രീൻ സീഡുള്ള ഒരു പീ പ്ലാന്റും തമ്മിലുള്ള ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് കൺസ്ട്രക്ട് ചെയ്യുക. പക്ഷേ F2 നിങ്ങൾ നേരത്തെ ചെയ്തതുപോലല്ല, പ്യൂനറ്റ് സ്ക്വയർ വെച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, യെല്ലോ സീഡ് ആകുമ്പോൾ ക്യാപിറ്റൽ വൈ, ഗ്രീൻ സീഡ് ആകുമ്പോൾ സ്മോൾ വൈ, ഗ്യാമീറ്റുകൾ എഴുതി 1ാം തലമുറ ഉണ്ടാക്കി. 1ാം തലമുറ ആരാണ്? യെല്ലോ സീഡുള്ള പ്ലാന്റിനെ കിട്ടി. അതിനുശേഷം F2 ഉണ്ടാക്കുകയാണ്. F2 ഉണ്ടാക്കുമ്പോൾ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നെഴുതി. അതിനുശേഷം ഇവരുണ്ടാക്കുന്ന ഗ്യാമീറ്റുകൾ എഴുതി. ഇനി നിങ്ങൾ F2 നേരത്തെ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ F2 അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു പ്യൂനറ്റ് സ്ക്വയർ, ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് വരച്ചതിന് ശേഷം ഈ പാരന്റ് ഉണ്ടാക്കുന്ന ഗ്യാമേറ്റ് മുകളിൽ എഴുതുക. ഗ്യാമേറ്റുകൾ എപ്പോഴും സർക്കിളിലിടണം. അടുത്ത പാരന്റ് ഉണ്ടാക്കുന്ന ഗ്യാമേറ്റ് വശങ്ങളിൽ എഴുതുക. എന്നിട്ട് ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തതിന് ശേഷം ജീനോടൈപ്പും ഫീനോടൈപ്പും ഈ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതുക. ഇതിനെയാണ് നമ്മൾ പ്യൂനറ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പ്യൂനറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് F2 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 വരിക. ഓക്കെ അല്ലേ? ഇനി
ഈ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെൻഡലിൻ്റെ ആദ്യത്തെ 2 നിയമങ്ങളെ പ്രപ്പോസ് ചെയ്തത്. ആ ഫസ്റ്റ് നിയമത്തിന് നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയും. എന്താണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ 1 മെമ്പർ ഓഫ് പെയർ ഡോമിനേറ്റ് ഓവർ ദ അതർ. ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ്. ഈ ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജീനിൻ്റെ 2 അല്ലീലും ഡിഫറൻ്റ് ആയ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കുക. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഈ പെയറിലെ ഒരു മെമ്പർ അടുത്ത ആളെ എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും. ആ ഡോമിനേറ്റ് ചെയ്യുന്ന അല്ലീലിനെ നമ്മൾ ഡോമിനൻ്റ് അല്ലീൽ എന്നും സപ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെ നമ്മൾ റിസസീവ് അല്ലീൽ എന്നുമാണ് വിളിക്കുക. അപ്പോൾ ഡോമിനൻ്റ് അല്ലീൽ ഉള്ളത് കൊണ്ട് ഈ പ്ലാന്റ് ഡോമിനൻ്റ് ക്യാരക്ടറായ ടോളിനെ കാണിക്കും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെൻഡലിൻ്റെ 2ാമത്തെ നിയമത്തിനെ പ്രസിദ്ധീകരിക്കുന്നത്. ആ നിയമമാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയും. എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ? ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ 2 factors for a character present in an individual will separate from each other and enter into each gamete. ഒന്നുമില്ല, ഗാമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതാണ് ഒരു ജീനിൻ്റെ 2 ഫാക്ടർ അല്ലെങ്കിൽ 2 അല്ലീൽ അല്ലേ. ഗാമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ 2 അല്ലീലുകളും സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓരോ അല്ലീലുകളും ഓരോ ഗാമേറ്റിലേക്ക് കടക്കും. ഈ നിയമത്തിനാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ പാരന്റ് ഹെട്രോസൈഗസ് ആണ്. ഹെട്രോസൈഗസ് പാരന്റ് 2 ടൈപ്പ് ഗാമീറ്റുകൾ ഉണ്ടാക്കും. ദ ഹെട്രോസൈഗസ് പ്രൊഡ്യൂസ് 2 ഡിഫറൻറ്റ് ഗാമീറ്റ്. പക്ഷേ ഇനി നമ്മുടെ പാരന്റ് ഹോമോസൈഗസ് ആണെങ്കിൽ അവർ ഒറ്റ ടൈപ്പ് 2 അല്ലീലുകൾ ഓരോ ഗാമീറ്റിലേക്ക് കടക്കുമെങ്കിലും ഇവർ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ ഒറ്റ ഗാമീറ്റിനെ മാത്രമേ ആരുണ്ടാക്കുള്ളൂ, ഹോമോസൈഗസ് പാരന്റ് ഉണ്ടാക്കുകയുള്ളൂ. ഈ ഒരു നിയമത്തിനെയാണ് നമ്മൾ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നാണ് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെസ്റ്റ് ക്രോസ് എന്താണ് എന്നുള്ളതാണ് മക്കളെ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ടെസ്റ്റ് ക്രോസ്. എന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രോസിംഗ് F1 പ്രോജനി 1ാം തലമുറയിൽ ഉണ്ടായ കുട്ടികളെ വിത്ത് ഇറ്റ്സ് റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം റൗണ്ട് സീഡിനെ വ്രിങ്കിൾഡ് സീഡുമായിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ ഉള്ള പാരൻ്റാണ് ഡോമിനൻറ്റ് അല്ലിയിലുള്ള പാരൻറ്റ്. സ്മോൾ ആർ ആരാണ്, റെസസീവ് അല്ലീലാണ്. ഓക്കെ, ക്രോസ് ചെയ്തു ഇവരുണ്ടാക്കുന്ന ഗ്യാമേറ്റ് എഴുതി നമുക്ക് ആരെ കിട്ടി, 1ാം തലമുറ F1 കിട്ടി. F1 ആരാണ്, റൗണ്ട് സീഡാണ്. ഈ F1 അതിൻ്റെ റിസസീവ് പാരൻറ്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുക. ആരാണ് റിസസീവ് പാരൻറ്റ്? സ്മോൾ ആർ എന്ന് പറയുന്ന പാരൻ്റാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ക്രോസിംഗ് ആണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ F1 റിസസീവ് പാരൻറ്റുമായിട്ട് നടത്തുന്ന ക്രോസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ടെസ്റ്റ് ക്രോസ് എന്നാണ് വിളിക്കുക. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് അൺനോൺ ജീനോടൈപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ആ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ക്രോസ് ഉപയോഗിക്കുക, ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. മെൻഡൽ നടത്തിയ 2ാമത്തെ ക്രോസ്. ഈ ഡൈഹൈബ്രിഡ് ക്രോസ് മെൻഡൽ എന്തിനാണ് സ്റ്റഡി ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ, 2 ജീനുകൾ പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് എങ്ങനെയാണ് വരിക, അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെൻഡൽ ഏത് ക്രോസ് നടത്തിയത്, ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയത്. അപ്പോൾ എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ക്രോസ് ബിറ്റ്വീൻ 2 പാരന്റ് ഡിഫർ ഇൻ 2 ക്യാരക്ടർ പെയർ. 2 ക്യാരക്ടറുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് മെൻഡൽ 2 പാരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, റൗണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ 2 അല്ലീലാണ് ക്യാപിറ്റൽ ആർ. ഇനി യെല്ലോ എന്ന് പറയുന്നത് വേറെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ 2 അല്ലീലുകളാണ് ക്യാപിറ്റൽ വൈ. അപ്പോൾ ഇവിടെ 2 ക്യാരക്ടറുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് മെൻഡൽ എന്ത് ചെയ്തത്, ക്രോസ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ റൗണ്ട് സീഡ്, ആ സീഡിൻ്റെ കളർ എന്താണ്, യെല്ലോ കളറാണ്. ഇങ്ങനെ 2 ക്യാരക്ടർ പെയറുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് നടത്തിയ ഈ ക്രോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഈ പാരന്റ് ഉണ്ടാക്കുന്ന ഗ്യാമീറ്റുകളാണ് എഴുതേണ്ടത്. ഇതിലുണ്ടാകുന്ന ഗ്യാമീറ്റുകളാണ് മെൻഡലിൻ്റെ 3ാമത്തെ ലോ. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നോക്കിക്കേ എങ്ങനെയൊക്കെയാണ് ഗ്യാമീറ്റ് ഉണ്ടാക്കുക. ഇതൊരു ജീനാണ്, ഇത് അടുത്തൊരു ജീനാണ്. ഈ ജീനിൽ 2 അല്ലീലുകളുണ്ട്, അടുത്ത ജീനിലും 2 അല്ലീലുകളുണ്ട്. അപ്പോൾ ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ജീനിൻ്റെ അല്ലീൽ ഇതിൽ നിന്നും വേർപ്പെട്ട് അടുത്ത ജീനിൻ്റെ അല്ലീലുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു ഗ്യാമേറ്റ് ഉണ്ടാക്കും. ഇതും തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഒരു ഗ്യാമേറ്റ്, ഇതും തമ്മിൽ. അപ്പോൾ ഇവരെങ്ങനെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഏത് ഗ്യാമേറ്റ് മാത്രമാണ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ഗ്യാമേറ്റ് മാത്രമാണ് കിട്ടുക. ഇവിടെയും അങ്ങനെ തന്നെ സ്മോൾ ആർ സ്മോൾ വൈ എന്ന് പറയുന്ന ഗ്യാമേറ്റ് കിട്ടും. ക്രോസ് ചെയ്തു 1ാം തലമുറയിൽ നമുക്ക് റൗണ്ട് യെല്ലോ കളറിലുള്ള പ്ലാന്റുകളാണ് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ F2 ചെയ്യാണ്. F2 യൂഷ്വലി നിങ്ങളോട് എക്സാമിന്
ചോദിക്കാറില്ല, കാരണം ഇത് വരയ്ക്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കും. ഇതാണ് പ്യൂനറ്റ് സ്ക്വയർ, 16 ബോക്സുകളൊക്കെ വരയ്ക്കണം. അതുകൊണ്ട് F2 നിങ്ങളോട് ചോദിക്കില്ല, പക്ഷേ F2 മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാം തലമുറനെ നമ്മൾ സെൽഫിങ് ചെയ്യാണ്. ഇവിടെ ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്ന രീതി എഴുതിയിട്ടുണ്ട്. ഇവരും തമ്മിൽ കൂടി ചേർന്നിട്ട് ഗ്യാമീറ്റുകൾ ഉണ്ടാവുകയാണ്. ഈ പാരന്റ് ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ് നമ്മൾ മുകളിൽ എഴുതി, അടുത്ത പാരന്റിന്റെ ഗ്യാമീറ്റ് നമ്മൾ വശങ്ങളിൽ എഴുതി, ക്രോസ് ചെയ്തു അല്ലേ. ക്രോസ് ചെയ്തതിന് ശേഷം ജീനോടൈപ്പും ഫീനോടൈപ്പും നമ്മൾ എവിടെ എഴുതി? ആ ബോക്സിന്റെ ഉള്ളിൽ എഴുതി. ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട അടുത്ത പോയിന്റുകളാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് കിട്ടുന്ന ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണെന്നുള്ളത് പഠിക്കണം. 9:3:1 ആണ്. അതിൽ 9 ആൾക്കാർ റൗണ്ട് യെല്ലോ, 3 ആൾക്കാർ റൗണ്ട് ഗ്രീന്, 3 ആൾക്കാർ വ്രിങ്കിൾഡ് യെല്ലോ, ഒരാൾക്കാർ വ്രിങ്കിൾഡ് ഗ്രീന്. ഇതാണ് ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, അതിനുശേഷം ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ നിങ്ങൾ പഠിക്കണം. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y. ഓക്കെ, ഇതാണ് നമ്മുടെ ജീനോട്ടിപ്പിക് റേഷ്യോ. അത് നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 1:2:1. അതിനുശേഷം അതിനെ ഇരട്ടിയാക്കുക, 2:4:2. ദെൻ വീണ്ടും 1:2:1 എന്ന് പഠിക്കുക. ഇതാണ് ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. അടുത്തതാണ് ഈ ഡൈഹൈബ്രിഡ് ക്രോസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ക്രോസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെടുത്ത പാരൻ്റ് ആരാണ്? റൗണ്ട് യെല്ലോ ആണ് നമ്മളെടുത്ത ഒരു പാരൻറ്റ്. അടുത്ത പാരൻ്റ് ആരാ? വ്രിങ്കിൾഡ് ഗ്രീൻ ആണ് നമ്മൾ എടുത്ത പാരന്റ്, അല്ലേ. നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ 16 ഓഫ് സ്പ്രിങ്ങുകളുടെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഈ ക്രോസ് ചെയ്തപ്പോൾ പാരൻസിൻ്റെ പോലെ നമുക്ക് എത്ര ആൾക്കാരെ കിട്ടിയെന്നുള്ളതാണ്. നമ്മുടെ പാരൻസ് ആരായിരുന്നു? റൗണ്ട് യെല്ലോയും വ്രിങ്കിൾഡ് ഗ്രീനുമാണ് നമ്മുടെ പാരൻസ്, അല്ലേ. റൗണ്ട് യെല്ലോ ഉള്ള എത്ര പ്ലാന്റുകൾ നമുക്ക് കിട്ടി? 9 ആൾക്കാരെ കിട്ടി, അല്ലേ. വ്രിങ്കിൾഡ് ഗ്രീനുള്ള എത്ര ആൾക്കാരെ കിട്ടി? 9, ഒരാളെ കിട്ടി. അപ്പോൾ ടോട്ടൽ പാരൻസിൻ്റെ പോലെ നമുക്ക് എത്ര ആൾക്കാരെ കിട്ടി? 9 + 1 10 ആൾക്കാരെ കിട്ടി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പാരന്റൽ കോമ്പിനേഷൻ എങ്ങനെ കാണുക? 10 divided by 16 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്. അതിൽ പാരൻസിൻ്റെ പോലെയുള്ള ആൾക്കാർ എത്ര? 10 ആൾക്കാർ. 10 divided by 16 into 100 ഏകദേശം എത്ര വരും? 62.5% വരും. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് പാരന്റൽ കോമ്പിനേഷൻ. ശരിക്കും പഠിച്ചു വെച്ചോ. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപകാരം വരും. ഇനി പാരൻസിൽ നിന്നും വ്യതിചലിച്ചുണ്ടായ കോമ്പിനേഷൻ, അതായത് ഇതാണ് പാരന്റ്, റൗണ്ട് യെല്ലോ വ്രിങ്കിൾഡ് ഗ്രീൻ ആണ് നമ്മുടെ പാരന്റ്. പക്ഷേ F2 ഈ കോമ്പിനേഷൻ അല്ലാതെ വേറെ 2 കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ട്. 3 റൗണ്ട് ഗ്രീനും 3 വ്രിങ്കിൾഡ് യെല്ലോയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പാരന്റൽ കോമ്പിനേഷൻ. പാരന്റിൽ നിന്ന് വ്യതിചലിച്ചുണ്ടായ ആൾക്കാർ, ഈ നോൺ പാരന്റൽ കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനന്റ് എന്നും കൂടെ പറയും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് നോൺ പാരന്റൽ കോമ്പിനേഷൻ എങ്ങനെ കാണുക? ടോട്ടൽ നോൺ പാരന്റൽ കോമ്പിനേഷൻ എത്ര? 3 + 3 6 ആണ്. സോ 6 divided by 16 into 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 37.5% കിട്ടും. ഇതാണ് നോൺ പാരന്റൽ കോമ്പിനേഷൻ. അതും പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ ഡൈഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ് മെൻഡലിൻ്റെ 3ാമത്തെ ലോനെ പ്രസിദ്ധീകരിക്കുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, എന്താണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്നതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. നിയമം ഇതാണ്: വെൻ മോർ ദാൻ 1 പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ എ ക്രോസ്. ഒരു ജെനറ്റിക് ക്രോസിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സുകൾ നിങ്ങൾ ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ക്യാരക്ടേഴ്സ് നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചു. ഒന്ന് റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറും റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറും, ദെൻ നമ്മൾ റിങ്കിൾഡ് എന്ന് പറയുന്ന റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറും യെല്ലോ എന്ന് പറയുന്ന ക്യാരക്ടറുമാണ് നമ്മൾ എന്തിൽ ഉപയോഗിച്ചത്? 2 ക്യാരക്ടറിനെയാണ് നമ്മൾ ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഓക്കെ അല്ലേ. വെൻ മോർ ദാൻ 1 പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ എ ക്രോസ്, ഫാക്ടർ പെയേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റ് ഫ്രം അതർ പെയർ ഓഫ് ക്യാരക്ടർ. അതിൻ്റെ മീനിങ് എന്താണ് ശ്രദ്ധിച്ചോട്ടോ. ഇതാ ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുന്ന 2 അല്ലീലാണ്. അതായത് റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 അല്ലീലാണ്. ഇത് യെല്ലോ അല്ലെങ്കിൽ യെല്ലോ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 2 അല്ലീലാണ്. ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ജീനിൻ്റെ അല്ലീൽ ഇതിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേർപെട്ട് അടുത്ത ജീനിൻ്റെ അല്ലീലുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു ഗ്യാമേറ്റ് ഉണ്ടാക്കും. ഈ ജീനിൻ്റെ അല്ലീൽ ഇതിൽ നിന്നും വേർപെട്ട് അടുത്ത ജീനിൻ്റെ അല്ലീലുമായിട്ട് കൂടി ചേർന്നിട്ട് എന്തുണ്ടാക്കും? ഗ്യാമേറ്റുകൾ ഉണ്ടാക്കും. അതായത് ഇതിനെ ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെയാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയാം. ഇനി ഇവർ ഇതിൽ നിന്നും വേർപെട്ട് ഇവരുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു ഗ്യാമേറ്റ് ഉണ്ടാക്കും. ഇവർ ഇതിൽ നിന്ന് വേർപെട്ട് അതുമായിട്ട് കൂടി ചേർന്നിട്ട് എന്തുണ്ടാക്കും? ഗ്യാമേറ്റ് ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഡീവിയേഷൻ ഫ്രം മെന്റലിസമാണ്. മെന്റൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമുള്ള കുറേ ഫിനോമിനകളുണ്ട്. ഓക്കെ, മെന്റൽ പറഞ്ഞ ഒരു കാര്യമാണ് മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. മെന്റൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ?
3:1 ആണ് അല്ലേ. ദെൻ ഡൈ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 എന്നാണ് മെൻഡൽ പറഞ്ഞത്. അതിൽ നിന്നും വ്യത്യസ്തമുള്ള കുറച്ച് ഫിനോമിനകളുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഫിനോമിനയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ഹെട്രോസൈഗസ് ഓഫ് സ്പ്രിംഗ് ഷോസ് ആൻ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ടു പാരന്റ് ആണ്. അതായത് ഹെട്രോസൈഗസ് പാരന്റ് രണ്ട് പാരന്റ്സിന്റെയും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് കോൾ കോറൻസ്, ജർമ്മനിയിലുള്ള കോൾ കോറൻസ് ആണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത പ്ലാന്റ്. രണ്ട് പ്ലാന്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മിറാബിലിസ് ജാലപ്പ, അതായത് 4 o'clock പ്ലാന്റ് എന്ന് പറയും. രണ്ടാമത്തത് ആന്റിറിനം അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന പ്ലാന്റിലാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ആന്റിറിനത്തിൽ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. ഈ കോൾ കോറൻസ് എന്ത് ചെയ്തു എന്ന് നോക്കിക്കോ. ഒരു റെഡ് ഫ്ലവർ ഉള്ള ആന്റിറിനം എടുത്തു, അതിന്റെ റിസസീവ് പാരന്റുമായിട്ടുള്ള വൈറ്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. മെന്റൽ നടച്ച അതേ ക്രോസ്. ഓക്കെ, ഗ്യാമീറ്റുകൾ എഴുതി അല്ലേ. ഒന്നാം തലമുറ നിങ്ങൾക്ക് ഇവിടെ കാണാം പിങ്ക് നിറത്തിലുള്ള പ്ലാന്റ് ആണ് ഉണ്ടായത്. മെന്റൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇവിടെ നോക്കിക്കേ ഹെട്രോസൈഗസ് ആണ് അല്ലേ. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഡോമിനന്റ് അല്ലിയും റിസസീവ് അല്ലിനെ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഏത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഉണ്ടാകേണ്ടത്? റെഡ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടെ ഹെട്രോസൈഗസ് ഓഫ്സ്പ്രിങ്സ് രണ്ട് പാരന്റിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടറാണ് കാണിച്ചത്. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുക. നോക്കിക്കോ എന്താ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ഹെട്രോസൈഗസ് ഓഫ്സ്പ്രിംഗ് ഷോസ് ആൻ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ടു പാരന്റ്. ഹെട്രോസൈഗസ് ഓഫ്സ്പ്രിങ്സ് രണ്ട് പാരന്റ്സിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അത് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഡോമിനന്റ് അല്ലിയിലായിട്ടുള്ള ക്യാപിറ്റൽ ആറിന് റിസസീവ് അല്ലിയിലായിട്ടുള്ള സ്മോൾ ആറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ പാരന്റ് രണ്ട് പാരന്റ്സിന്റെയും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്നത്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹിയർ ഡോമിനന്റ് അല്ലിയിൽ ക്യാപിറ്റൽ ആർ ഈസ് നോട്ട് ഏബിൾ ടു ഡോമിനേറ്റ് ദ റിസസീവ് അല്ലിയിൽ സ്മോൾ ആർ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എന്തുണ്ടായി? രണ്ട് പാരന്റ്സിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ഉണ്ടാവുകയാണ്. അതിന്റെ F2 ചെയ്തപ്പോൾ നമുക്ക് F2 ചെയ്തപ്പോൾ റെഡ്, ഓക്കെ, ഒരു റെഡ് കിട്ടി, ഓക്കെ, രണ്ട് പിങ്ക് കിട്ടി, ദെൻ ഒരു വൈറ്റ് കിട്ടി. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? 1:2:1 ആണ്. മെന്റൽ പറഞ്ഞ ഇതൊരു മോണോഹൈബ്രിഡ് ക്രോസ് അല്ലേ. മെന്റൽ പറഞ്ഞ മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയായിരുന്നു? 3:1 ആണ്. അപ്പോൾ മെന്റൽ പറഞ്ഞ മോണോഹൈബ്രിഡ് റേഷ്യോയിൽ നിന്നും മാറിയില്ലേ? ഇത് എത്ര കിട്ടിയത്? 1:2:1 ആണ് കിട്ടിയത്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡീവിയേഷൻ ഫ്രം മെന്റലിസം ആണ്. ഓക്കെ, ഇനി അടുത്തത് കോഡോമിനൻസ് ആണ്. എന്താണ് കോഡോമിനൻസ് എന്ന് ശ്രദ്ധിച്ചോ. ഹിയർ ബോത്ത് അല്ലീൽ ഓഫ് ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ. നേരത്തെ പറഞ്ഞു ഹെട്രോസൈഗസ് കണ്ടീഷൻ, ഇതാണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ അല്ലേ. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു ഡോമിനന്റ് അല്ലീൽ ആരെ ഡോമിനേറ്റ് ചെയ്യും? റിസസീവ് അല്ലീലിനെ ഡോമിനേറ്റ് ചെയ്യും. ഇനി ഞാൻ പറയുന്നത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഓക്കെ രണ്ട് അല്ലീലും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? കോഡോമിനൻസ് എന്ന് വിളിക്കുക. ഈ കോഡോമിനൻസിന് ഒരു എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ABO ബ്ലഡ് ഗ്രൂപ്പിലെ എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളും കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ABO ബ്ലഡ് ഗ്രൂപ്പിൽ AB ഗ്രൂപ്പ് മാത്രമേ ഏതിന് എക്സാമ്പിൾ ഉള്ളൂ? കോഡോമിനൻസിന് എക്സാമ്പിൾ ഉള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ട്. ആ ജീനിനെ വിളിക്കുന്ന പേരാണ് മക്കളെ I ജീൻ എന്ന് വിളിക്കും. ഈ I ജീനിന് 3 അല്ലീലുകളുണ്ട്. ഒരു അല്ലീലാണ് IA എന്ന് പറയും, അടുത്തൊരു അല്ലീലാണ് IB എന്ന് പറയും, മൂന്നാമത്തെ ഒരു അല്ലീലാണ് I എന്ന് പറയും. ഓക്കെ, ഈ IA IB എന്ന് പറയുന്ന രണ്ട് അല്ലീലുകളും ഡോമിനന്റ് അല്ലീലാണ്. സ്മോൾ ലെറ്റർ I എന്ന് പറഞ്ഞാൽ റിസസീവ് അല്ലീലാണ്. ഈ 3 അല്ലീലുകൾ ഉണ്ടെങ്കിലും ഒരു സമയത്ത് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നമ്മുടെ ശരീരത്തിൽ വരിക. അത് IA എന്നാകാം, അല്ലെങ്കിൽ IAI എന്നാകാം, അല്ലെങ്കിൽ IB എന്നാകാം, അല്ലെങ്കിൽ IBI എന്നൊക്കെ ആകാം. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണമാണ് ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇനി ഒരു കാര്യം നോട്ട് ചെയ്യുക. IA എന്ന് പറയുന്ന അല്ലീലാണെന്നുണ്ടെങ്കിൽ അവർ RBCന്റെ മുകളിൽ ഒരു ഷുഗറിനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് A ബ്ലഡ് ഗ്രൂപ്പ് വരും. A ഷുഗറിനെ ഉണ്ടാക്കും, അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് വരും. IB ആണ് നമ്മുടെ ജീനിലുള്ളതെങ്കിൽ RBCന്റെ മുകളിൽ അവർ B ഷുഗറിനെ സിന്തസിസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് B വരും. ഇനി I ആണെങ്കിൽ അവർ ഒരു ഷുഗറിനെയും സിന്തസിസ് ചെയ്യൂല. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏത് വരും? O ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമുക്ക് വരിക. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ പോസിബിൾ ജീനോ ടൈപ്പുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജീനിൽ IA ആണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ IA ആണെങ്കിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏത് വരും? A ബ്ലഡ് ഗ്രൂപ്പ് വരും. ഇനി എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെ ജീനോ ടൈപ്പ് IB ആണ്, അല്ലെങ്കിൽ IBI ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏത് വരും? B ബ്ലഡ് ഗ്രൂപ്പ് വരും. ഇനി അടുത്തതാണ് നമ്മുടെ കോഡോമിനൻസിന് എക്സാമ്പിൾ. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ് ആണ്. എൻ്റെ ജീനോ ടൈപ്പ് ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ് ആണ്.
ഓക്കെ അല്ലേ? ഇങ്ങോട്ടേക്ക് നോക്കിക്കോ, ഇതാണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. അതായത് ഒരു ഇവിടെ നോക്കിക്കോ, രണ്ടും ഡോമിനൻ്റ് അല്ലീൽ ഒരുമിച്ച് വരികയാണ്. ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഒരു ഡോമിനൻ്റ് അല്ലീലും ഒരു റെസിസീവ് അല്ലീലും വരുന്ന ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ഇവിടെ നോക്കിയേ, ഇതൊരു ഹെട്രോസൈഗസ് ആണ്, രണ്ട് അല്ലീലും ഡിഫറൻ്റ് ആണ്, പക്ഷേ രണ്ടും എന്താണ്? ഡോമിനൻ്റ് അല്ലീലാണ്. രണ്ട് ഡോമിനൻ്റ് അല്ലീലുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ RBCൻ്റെ മുകളിൽ A ഷുഗറുകളും ഉണ്ടാക്കപ്പെടും, A ഷുഗറും ഉണ്ടാക്കപ്പെടും, B ഷുഗറും ഉണ്ടാക്കപ്പെടും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏത് വരും? AB ബ്ലഡ് ഗ്രൂപ്പ് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? കോ ഡോമിനൻസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താ കോ ഡോമിനൻസ്? ഹെട്രോസൈഗസ് കണ്ടീഷനിൽ രണ്ട് അല്ലീലുകളും ഒരുമിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? കോ ഡോമിനൻസ് എന്ന് വിളിക്കുക. ഇനി I ആണ് വരുന്നതെങ്കിൽ ഇവർ ഒരു ഷുഗറിനെയും സിന്തസിസ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ത് വരും? O ബ്ലഡ് ഗ്രൂപ്പ് വരും. ഓക്കെ അല്ലേ? ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിൽ എത്ര വ്യത്യസ്ത തരത്തിലുള്ള ഫീനോടൈപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്, ABO. അപ്പോൾ 4 വ്യത്യസ്ത തരത്തിലുള്ള ഫീനോടൈപ്പാണ് ABO ബ്ലഡ് ഗ്രൂപ്പിലുള്ളത്. ഇനി എത്ര വ്യത്യസ്ത തരത്തിലുള്ള ജീനോടൈപ്പുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണി നോക്കിക്കോ, 1 2 3 4 5 6 വ്യത്യസ്ത തരത്തിലുള്ള ജീനോടൈപ്പുകൾ എവിടെ ഉണ്ട്? ABO ബ്ലഡ് ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, ഇനി നിങ്ങളോട് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുട്ടികൾക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ് വരണമെങ്കിൽ ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് വിചാരിക്കാം, ഓക്കെ, മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീനോടൈപ്പ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. IA വന്നു കഴിഞ്ഞാൽ A ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി IA വന്നു കഴിഞ്ഞാലും ഏതാണ്? A ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ആണ് തന്നതെന്ന് വിചാരിക്കുക. മദർ IB ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആരാണ്? B ആണ്. ഇനി IB ആയി കഴിഞ്ഞാൽ മദർ ആരാണ്? B ആണ്. ഓക്കെ അല്ലേ? ഈ ഫാദർ ഇതാ 2 ടൈപ്പ് ഗ്യാമീറ്റുകൾ ഉണ്ടാക്കും, ഈ മദർ 2 ടൈപ്പ് ഗ്യാമീറ്റുകൾ ഉണ്ടാക്കും. ഇവരെ തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം IB ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ AB ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകും. ഈ AB ബ്ലഡ് ഗ്രൂപ്പ് ഏതിന് എക്സാമ്പിൾ ആണ്? കോ ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. സോ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ കോ ഡോമിനൻസ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഇനി IUമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ A ബ്ലഡ് ഗ്രൂപ്പ്, IBയുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ B ബ്ലഡ് ഗ്രൂപ്പ്, IUമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ O ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ 4 ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പും കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ഫാദർ IUം മദർ IBIയും ആയിരിക്കണം. തിരിച്ചുമാകാം, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? ഇതാണ് കോ ഡോമിനൻസിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് മൾട്ടിപ്പിൾ അല്ലീൽസിനെ കുറിച്ചിട്ടാണ്. എന്താണ് മൾട്ടിപ്പിൾ അല്ലീൽ? ശ്രദ്ധിക്കണം കേട്ടോ. സം ജീൻ ഹാവ് മോർ ദാൻ 2 അല്ലീൽ. യൂഷ്വലി മെൻ്റൽ പറഞ്ഞത് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോൾ എന്ന് പറയുന്ന ജീനിന് 2 അല്ലീലുകൾ ഉണ്ടാവുക എന്നാണ് മെൻ്റൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ ജീനുകൾക്കും 2 അല്ലീലുകൾ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ജീനുകൾക്ക് ഒന്നിൽ കൂടുതൽ അല്ലീലുകൾ ഉണ്ടാകും. അതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് വിളിക്കുക. അപ്പോൾ മെൻ്റൽ പറഞ്ഞതിൽ നിന്നും മാറി അല്ലേ? അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ആര്? I ജീൻ. ഈ I ജീനിന് ഞാൻ നേരത്തെ പറഞ്ഞു, കോഡോമിനൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല 3 അല്ലീലുകളുണ്ട്. IB എന്ന് പറയുന്ന 3 അല്ലീലുണ്ട്. ഈ 3 അല്ലീലുകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും 2 എണ്ണമാണ് ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ജീനിന് എപ്പോഴും 2 അല്ലീലുകളല്ല ഉണ്ടാവുക. ചില ജീനുകൾക്ക് ഒന്നിൽ കൂടുതൽ അല്ലീലുകൾ ഉണ്ടാകും. ആ കണ്ടീഷനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് വിളിക്കുക. ഇതും മെൻ്റൽ പറഞ്ഞതിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് പ്ലിയോട്രോപ്പിയാണ് മക്കളെ. എന്താണ് പ്ലിയോട്രോപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ജീൻ വിച്ച് കൺട്രോൾ മോർ ദാൻ 1 ക്യാരക്ടർ. അതായത് മെൻ്റൽ പറയുന്നത് എന്താണ്? ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ മാത്രമേ കൺട്രോൾ ചെയ്യൂ. ഫോർ എക്സാമ്പിൾ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് ആ പ്ലാന്റിൻ്റെ ഹൈറ്റിനെ മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, എല്ലായ്പ്പോഴും വ്യത്യാസങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രോസോഫിലയിൽ കാണുന്ന ഒരു ജീൻ ഉണ്ടല്ലോ, ആ സിംഗിൾ ജീൻ ഡ്രോസോഫിലൻ്റെ വിങ് സൈസിനെയും ഐ കളറിനെയും കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ ഒരു സിംഗിൾ ജീൻ 2 ക്യാരക്ടറിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഏതൊക്കെ 2 ക്യാരക്ടർ? വിങ് സൈസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഐ കളറിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പ്ലിയോട്രോഫി. എ ജീൻ വിച്ച് കൺട്രോൾ മോർ ദാൻ 1 ക്യാരക്ടർ. അപ്പോൾ മെൻ്റൽ പറഞ്ഞതിൽ നിന്നുള്ള അടുത്ത ഒരു ഡീവിയേഷൻ ആണ് അത്. ഇനി മെൻ്റൽ പറഞ്ഞതിൽ നിന്നും നെക്സ്റ്റ് ഡീവിയേഷൻ ആണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്? മെനി ജീൻ കൺട്രോൾ എ സിംഗിൾ ക്യാരക്ടർ. മെൻ്റൽ എന്താ പറഞ്ഞത്? ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ പോളിജീനിക് ഇൻഹെറിറ്റൻസ് പറയുന്നത് എന്താണെന്നറിയോ? കുറേ ജീനുകൾ ഒരുമിച്ചിട്ട് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് ഹ്യൂമൻ സ്കിൻ കളർ. ഈ ഹ്യൂമൻ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 3 ജീനുകളാണ് ABC എന്ന് പറയുന്ന 3 ജീനുകൾ. ഈ 3 ജീനുകളിലുള്ള അല്ലീലുകളാണ് ക്യാപിറ്റൽ A ക്യാപിറ്റൽ A. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ B ദെൻ CC അല്ലേ? ഇത് 3ഉം ഇതൊരു ജീനാണ്, ഇത് 2ാമത്തെ ജീനാണ്, ഇത് 3ാമത്തെ ജീനാണ്. ഒരു ജീനിൽ 2 അല്ലീൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 3 ജീനുകളും
ഡോമിനൻ്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ കളർ ഏത് സ്കിൻ കളറാണ് അയാൾക്ക് ഉണ്ടാവുക? ഡാർക്ക് സ്കിന്നാണ് ഉണ്ടാവുക. ഇനി ഈ 3 ജീനുകളും ഹെട്രോസൈഗസിലാണെങ്കിൽ അയാൾക്ക് ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളറാണ് ഉണ്ടാവുക. ഇനി ഈ 3 ജീനുകളും റിസസീവ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ലൈറ്റ് സ്കിൻ കളറാണ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മെനി ജീൻ, ഇതല്ലേ മെനി ജീൻ കൺട്രോൾ എ സിംഗിൾ ക്യാരക്ടർ. ഇപ്പോൾ ഇവിടെ ഈ ജീനുകളൊക്കെ ഒരു സിംഗിൾ ക്യാരക്ടറിനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഇത് പ്രപ്പോസ് ചെയ്ത ആളെ പേര് വാൾട്ടർ സട്ടൻ ആൻഡ് തിയോഡോർ ബോവറി എന്ന് പറയുന്ന ആളാണ്. എന്താണ് ഈ തിയറി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെയറിംഗ് ആൻഡ് സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ക്രോമസോം വിൽ ലീഡ്സ് ടു സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ദേ ക്യാരീഡ്. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 2 ക്രോമസോമുകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക, 2 ഹോമോലോഗസ് ക്രോമസോം. ഇതിൻ്റെ അറ്റത്ത് കാണുന്ന ഇയാളാണ് ആ ക്രോമസോമിൽ കാണുന്ന ജീനുകൾ എന്ന് വിചാരിക്കുക. ഈ തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ, ക്രോമസോമുകൾ ജോഡി ചേരുമ്പോഴും ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ മുകളിലുള്ള, അതായത് ഈ ക്രോമസോമിൽ അടങ്ങിയിട്ടുള്ള ജീനുകളും അല്ലെങ്കിൽ ഫാക്ടറുകളും ജോഡി ചേരുകയും സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ തിയറിക്കാണ് നമ്മൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുക. പെയറിംഗ് ആൻഡ് സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ക്രോമസോം വിൽ ലീഡ്സ് ടു സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ദേ ക്യാരീഡ്. ഫാക്ടർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ജീനുകളാണ്. ഓക്കെ, ക്രോമസോമുകൾ ജോഡി ചേരുമ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോഴും അതിലെ ജീനുകളും ജോഡി ചേരുകയും സെഗ്രിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്തത്, ക്രോമസോമുകളാണ് ഇൻഹെറിറ്റൻസിന് കാരണം എന്ന് പറഞ്ഞത് ആരാണ്? തിയോഡോർ ബോവറിയും വാൾട്ടർ സട്ടനുമാണ്. പക്ഷേ എക്സ്പെരിമെൻ്റ് വഴി അത് തെളിയിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ഹണ്ട് മോർഗനാണ്. ഈ തോമസ് ഹണ്ട് മോർഗൻ എക്സ്പെരിമെൻ്റ് വഴി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെൻ്റ് വഴി തെളിയിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മൂപ്പര് ഉപയോഗിച്ച എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഫ്ലൈ ആണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഡ്രോസോഫില മെലാനോഗാസ്റ്ററിനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എന്തുകൊണ്ടാണ് ഇവരെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ റീസൺ, ഇറ്റ് ക്യാൻ ഗ്രോ ഓൺ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയ. അതായത് ഒരു സിന്തറ്റിക് മീഡിയ ഉണ്ടെങ്കിൽ, അതായത് പഴത്തിൻ്റെ ഒരു ചാറുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രോസോഫില അത് കഴിച്ചുകൊണ്ട് വളർന്നോളും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാരണം, ഇറ്റ് ക്യാൻ ഗ്രോ ഓൺ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയ. രണ്ടാമത്തത്, ഇറ്റ് ഹാസ് എ ഷോർട്ട് ലൈഫ് സ്പാൻ. 2 ആഴ്ച ഇവർ ജീവിക്കുള്ളൂ എന്നുള്ളതാണ്. എ സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ്. ഒറ്റ പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്ത പ്രത്യേകത, ദർ ഈസ് എ ക്ലിയർ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിൽ ആരാണ് ഫീമെയിൽ ആരാണ് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. ഫീമെയിൽസിന് മെയിലിനെക്കാട്ടിലും നീളം കൂടുതലായിരിക്കും. അടുത്തത്, ഹെറിഡിറ്ററി വേരിയേഷൻ ക്യാൻ സീ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് അവരുടെ ശരീരത്തിൽ നടത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ശരീരത്തിൽ അവർക്കുണ്ടാകുന്ന പ്രോജനികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് ഡ്രോസോഫിലിനെ ആര് സെലക്ട് ചെയ്തത്? തോമസ് ഹണ്ട് മോർഗൻ ഈ ക്രോമസോമൽ തിയറിയുടെ തെളിയിക്കാനുള്ള എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഓക്കെ, ഇനി ഇയാൾ നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ്. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് മനസ്സിലാവുള്ളൂ. ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? TH മോർഗൻ മെൻഡൽ നടത്തിയ അതേ ക്രോസ് ആര് ചെയ്യാണ്? TH മോർഗൻ ചെയ്യാണ്. മെൻഡൽ നടത്തിയ ഡൈഹൈബ്രിഡ് ക്രോസ് ഇയാൾ ഡ്രോസോഫിലയിൽ ചെയ്യാണ്. 2 ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് ക്രോസ് ചെയ്യാണ്. ഓക്കെ, he conducted dihybrid cross to study the genes were sex linked. അപ്പോൾ എന്താണ് സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ സെക്സ് ക്രോമസോം. സെക്സ് ക്രോമസോമിൽ കാണുന്ന ജീനുകളാണ്. പക്ഷേ ഇവർ ആ ഓർഗാനിസത്തിൻ്റെ സെക്ഷൽ ക്യാരക്ടേഴ്സിനെ അല്ല കൺട്രോൾ ചെയ്യുക, വേറെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെയാണ് കൺട്രോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആ ഡ്രോസോഫിലയുടെ ഐ കളർ അല്ലെങ്കിൽ വിങ്സിൻ്റെ ഷേപ്പ്, ഇതിനൊക്കെയാണ് ഈ ജീനുകൾ കൺട്രോൾ ചെയ്യുക. പക്ഷേ ഈ ജീനുകൾ എവിടെയാണ് കാണുക? സെക്സ് ക്രോമസോമിലാണ് കാണുക. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്നാണ് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ക്രോസിലേക്ക് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ക്രോസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രോസ് ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം പറയുന്നത് ക്രോസ് ബി ആണ്. ഓക്കെ, അതായത് വൈറ്റ് ഐ മിനിയേച്ചർ വിങ്ങുള്ള ഒരു ഫീമെയിൽ ഡ്രോസോഫിലിനെ റെഡ് ഐ ലാർജ് വിങ്ങുള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വൈറ്റ് ഐനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് W, മിനിയേച്ചർ വിങ് എന്ന് പറഞ്ഞാൽ ചെറിയ വിങ്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് M. ഓക്കെ അല്ലേ? ഈ ജീനുകൾ രണ്ടും ഉള്ളത് എവിടെയാണ്? സെക്സ് ക്രോമസോമിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി മെയിലിൻ്റെ കേസിൽ റെഡ് ഐനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് W+, ലാർജ് വിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് M+. ഓക്കെ, ഇത് രണ്ടും ഉള്ളത് ഏത് ക്രോമസോമിലാണ്? X ക്രോമസോമിലാണ്. ഇവരെ നമ്മൾ ലിങ്ക്ഡ് ജീനുകൾ എന്നാണ് വിളിക്കുക. കാരണം ഇവർ സെക്സ്
ക്രോമസോമിലാണ് ഇവർ കാണുക. അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ മെൻഡലിനല്ല നമ്മുടെ മോർഗന് ഒന്നാം തലമുറ കിട്ടി. ഒന്നാം തലമുറയിൽ നിന്ന് മൂപ്പര് F2 ഉണ്ടാക്കി. F2 മൂപ്പർക്ക് കിട്ടിയത് 62.8% പാരൻ്റൽ ടൈപ്പ്, 37.2% നോൺ പാരൻ്റൽ ടൈപ്പ്. നമ്മൾ നേരത്തെ മെൻഡലിൻ്റെ ക്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, മെൻഡലിന് ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ 62.5% പാരൻസിൻ്റെ അതേപോലെ അല്ലേ, അതേപോലെ പാരൻസിൽ നിന്ന് വ്യതിചലിച്ച ആൾക്കാർ എത്രയാണ്? 37.2%. മെൻഡലിന് കിട്ടിയ അതേ റിസൾട്ട് തന്നെ ആർക്കും കിട്ടുകയാണ്? നമ്മുടെ TH മോർഗനും കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്രോസ് മൂപ്പർക്ക് സംശയമൊന്നും ഉണ്ടായില്ല, മെൻഡലിന് കിട്ടി അതേ റിസൾട്ട് തന്നെ ആർക്കും കിട്ടി? നമ്മുടെ മോർഗനും കിട്ടി. പക്ഷേ രണ്ടാമത്തെ ക്രോസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ക്രോസ് എ. ഓക്കെ, ക്രോസ് എയിൽ നോക്കിക്കോ, യെല്ലോ ബോഡി വൈറ്റ് ആയുള്ള ഒരു ഫീമെയിലിനെ ബ്രൗൺ ബോഡി റെഡ് ആയുള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പോൾ യെല്ലോ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന ജീന് Y ആണ്, വൈറ്റ് ഐനെ കൺട്രോൾ ചെയ്യുന്ന ജീന് W ആണ്. ഈ രണ്ട് ജീനുകളും X ക്രോമസോമിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ബ്രൗൺ ബോഡി റെഡ് ആയുള്ള ഫീമെയിലുമായിട്ട് ക്രോസ് ചെയ്യാണ്. ക്രോസ് ചെയ്തു, ഒന്നാം തലമുറ കിട്ടി. ഒന്നാം തലമുറയിൽ നിന്നും രണ്ടാം തലമുറ ഉണ്ടാക്കി. രണ്ടാം തലമുറയിൽ മൂപ്പര് നോക്കിയ സമയത്ത് 98% ആരെ പോലെ? പാരൻസിൻ്റെ പോലെ. ആകെ 1.3% മാത്രമേ പാരൻസിൽ നിന്നും വ്യതിചലിച്ചിട്ടുള്ളൂ. അപ്പം മെൻഡൽ പറഞ്ഞതിൽ നിന്നും ഒരു ഹ്യൂജ് ഡിഫറൻസ് ആയി. മെൻഡൽ എന്താ പറഞ്ഞത്? ഏത് ആനിമലിലും നിങ്ങൾ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി കഴിഞ്ഞാൽ രണ്ടാം തലമുറ നിങ്ങൾക്ക് 62.5% പാരൻസിൻ്റെ പോലെ, 37% നോൺ പാരൻ്റ് റീകോമിനൻ്റ് കിട്ടും. പക്ഷേ ഈ ഒരു ക്രോസിൽ ഇയാൾക്ക് മെൻഡൽ പറഞ്ഞതിൽ നിന്നും ഹ്യൂജ് ഡിഫറൻസ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. രണ്ടാം തലമുറയിൽ ഈ ഒരു ക്രോസിൽ 99% ആൾക്കാർ പാരൻസിൻ്റെ അതേപോലെ, 1% ആൾക്കാർ മാത്രമേ പാരൻസിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ടായിട്ടുള്ളൂ, റീകോമിനൻ്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നോക്കിയ സമയത്ത് മൂപ്പർക്ക് മനസ്സിലായി, ദ റീസൺ ഈസ് ലിങ്കേജ് ആണ്. ലിങ്കേജ്. ഓക്കെ, ഇതാ നിങ്ങളിവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ക്രോസിൽ നോക്കിക്കട്ടോ, ഈ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇവർ തമ്മിൽ ലിങ്ക്ഡ് ജീനുകളാണ്. ഇതാ നോക്കിയേ, ഈ W M എന്താണ്? ലിങ്ക്ഡ് ജീനുകളാണ്. ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടുതലായി കഴിഞ്ഞാൽ ലിങ്കേജ് കുറയും. ഓക്കെ, അതായത് ഇവർ തമ്മിലുള്ള ലിങ്കേജ് കുറയും. ലിങ്കേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീനുകൾക്ക് തമ്മിൽ ക്രോസ് ഓവർ ചെയ്യാനുള്ള സ്ഥലം കൂടുതൽ കിട്ടും. ക്രോസിംഗ് ഓവർ കൂടും. ക്രോസിംഗ് ഓവർ കൂടുമ്പോൾ റീകോമ്പിനേഷൻ കൂടും. അതായത് നോൺ പാരൻ്റൽ വെറൈറ്റീസ് ഉണ്ടാകുന്നത് കൂടും. അതുകൊണ്ടാണ് മെൻഡലിന് കിട്ടിയ അതേ റിസൾട്ട് ആർക്കും കിട്ടിയത്? നമ്മുടെ മോർഗനും കിട്ടിയത്. പക്ഷേ ക്രോസ് എയിൽ വ്യത്യാസമായി. അതിന് കാരണം എന്താണ് ശ്രദ്ധിച്ചോ? ഇവിടെ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? കുറവാണ്. ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ലിങ്കേജ് എന്തായി? കൂടി അല്ലേ? ലിങ്കേജ് കൂടി. ലിങ്കേജ് കൂടിയപ്പോൾ ക്രോസ് ഓവർ ചെയ്യാനുള്ള സ്ഥലം കുറഞ്ഞു. ക്രോസിംഗ് ഓവർ കുറഞ്ഞു. ക്രോസിംഗ് ഓവർ കുറഞ്ഞപ്പോൾ ആര് കുറഞ്ഞു? റീകോമ്പിനേഷൻ കുറഞ്ഞു. നോൺ പാരൻ്റൽ വെറൈറ്റീസ് ഉണ്ടാകുന്നത് കുറഞ്ഞു അല്ലേ? ഇതാണ് ഇയാൾക്ക് കിട്ടിയ ക്രോസ് എയിൽ കിട്ടിയ റിസൾട്ട്. ഓക്കെ, നിർബന്ധമായിട്ടും ഈ രണ്ട് സെൻറ്റൻസുകൾ, ഈ ഒരു ഭാഗവും ഈ ഒരു സെൻറ്റൻസും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതണം. ഓക്കെ അല്ലേ? ഇനി എന്താണ് ലിങ്കേജ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ലിങ്കേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻ ഇൻ എ ക്രോമസോം. ഒരു ക്രോമസോമിൽ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്കേജ് എന്നാണ് വിളിക്കുക. ഈ അസോസിയേഷൻ സെക്സ് ക്രോമസോമിന്റെ മുകളിലാണെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, എയും ബിയും നമ്മൾ ലിങ്ക്ഡ് ജീനുകളാണെന്ന് പറയുന്ന ഒരു ക്രോമസോമാണ്. ഇനി രണ്ടാമത്തെ ക്രോമസോമിൽ സിയും ഡിയും എന്താണ്? അതും ലിങ്ക്ഡ് ജീനുകളാണ്. ഇവിടെ നോക്കാം, ഈ എയും ബിയും നമ്മൾ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകൾ. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ, കാരണം ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണ്, ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകൾ ഷോ ലോ റീകോമ്പിനേഷൻ. അതായത് നോൺ പാരൻ്റൽ വെറൈറ്റീസ് ഉണ്ടാകുന്നത് കുറയും. ഷോ ലോ റീകോമ്പിനേഷൻ ആണ്. ഇനി ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ, സിയും ഡിയും തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയും അവരെ ലൂസ്ലി ലിങ്ക്ഡ് ജീനുകൾ എന്നാണ് വിളിക്കുക. ലൂസ്ലി ലിങ്ക്ഡ് ജീനുകൾ ഉണ്ടാകുമ്പോഴാണ് നോൺ പാരൻ്റൽ വെറൈറ്റീസ് കൂടുതൽ ഉണ്ടാവുക, ഹൈ റീകോമ്പിനേഷൻ കൂടുക. ഓക്കെ അല്ലേ? ഈ സെൻറ്റൻസ് അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ ലിങ്കേജും ക്രോസിംഗ് ഓവർ എന്നൊക്കെ പറയുന്ന ഈ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ TH മോർഗൻ എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് മാപ്പിംഗ് ഓഫ് ജീനാണ്. ഓക്കെ, ആരാണ് ജീനുകളെ മാപ്പ് ചെയ്തത്? ആളെ പേര് പഠിച്ചു വെച്ചോ, ആൽഫ്രഡ് സ്റ്റർട്ടീവൻ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മോർഗൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അദ്ദേഹം. ഹി മാപ്ഡ് ദ പൊസിഷൻ ഓഫ് ജീൻ ഇൻ എ ക്രോമസോം. ഒരു ക്രോമസോമിൽ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ ജീനുകളാണ് കാണുക എന്ന് മാപ്പ് ചെയ്ത വ്യക്തിയാണ് ആര്? ആൽഫ്രഡ് സ്റ്റർട്ടീവൻ്റ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ അല്ലേ? പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, 4 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഉള്ളത്.
ഒന്നാമത്തെ സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ XX-XY മെക്കാനിസം എന്നാണ് പറയുക. ആരെയിലാണ് കാണുക? ഹ്യൂമൻ ബീയിലും ഡ്രോസോഫിലയിലുമാണ് ഇത് കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ നോക്കിക്കേ, XXകളൊക്കെ ഫീമെയിലാണ്, XYകളൊക്കെ ആരാണ്? മെയിലാണ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഹെട്രോസൈഗസ് ആയിട്ടുള്ള പാരന്റ് 2 ടൈപ്പ് ഗ്യാമേറ്റുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആളാണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുക? സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ഇവരെ കേസിൽ ആരാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്? മെയിലാണ്. മെയിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള മെയിലാണ് ഹ്യൂമണിലും ഡ്രോസോഫിലയിലും സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. അടുത്ത സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ZZ-ZW മെക്കാനിസം. ആരെയിലാണ് കാണുക? ബേർഡ്സിലാണ് കാണുക. ZZകളൊക്കെ മെയിലാണ്, ZW ആരാണ്? ഫീമെയിലാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഹെട്രോസൈഗസ്? ഫീമെയിലാണ്. അപ്പോൾ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫീമെയിലാണ്. ഓക്കെ, ഫീമെയിലാണ് ഇവിടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുക ബേർഡ്സിൽ. പഠിച്ചു വെക്കണേ. അടുത്തത് XX-X0 മെക്കാനിസമാണ്. ആരെയിലാണ് കാണുക? ഇൻസെക്ട്സിലാണ് കാണുക. ഇവിടെ XXകൾ ഫീമെയിലാണ്, X0 ആരാണ്? മെയിലാണ്. മെയിലിന് ഫീമെയിലും കാണിൽ ഒരു ക്രോമസോമിൻ്റെ നമ്പർ കുറവാണ്, അതുകൊണ്ടാണ് X0 എന്ന് എഴുതിയത്. ഇൻസെക്റ്റിലാണ് കാണുക. ഇവിടെ മെയിലാണ് ആര്? ഹെട്രോസൈഗസ്. വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാമേറ്റ് ഉണ്ടാക്കുന്നത് മെയിലാണ്, അതുകൊണ്ട് മെയിലാണ് ഇവിടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുക. അടുത്തത് ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസമാണ്. ഹണി ബീസിലാണ് കാണുക. ഹാപ്ലോയിഡുകളൊക്കെ മെയിൽ, ഡിപ്ലോയിഡുകളൊക്കെ ഫീമെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് മെയിലിൽ 16 ക്രോമസോമാണ് ഉണ്ടാവുക, ഫീമെയിലിൽ 32 ക്രോമസോം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഹാപ്ലോയിഡുകൾ മെയിൽ, ഡിപ്ലോയിഡുകൾ ഫീമെയിൽ. അതിനാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം എന്ന് പറയുക. ആരെയിലാണ് കാണുക? ഹണി ബീസിലാണ് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മ്യൂട്ടേഷൻ ആണ് മക്കളെ. എന്താണ് മ്യൂട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് in the DNA sequences resulting in change in genotype and phenotype of an organism. Okay, അതായത് നമ്മുടെ DNA സീക്വൻസിൽ വരുന്ന പെട്ടെന്നുള്ള ചേഞ്ച്, അങ്ങനെ വരുന്ന ചേഞ്ച് കൊണ്ട് നമ്മുടെ ജീനോടൈപ്പും ഫീനോടൈപ്പും ചേഞ്ച് ആവുക. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസ് മ്യൂട്ടേഷൻ ഈസ് കോൾഡ് മ്യൂട്ടാജൻ. ഓക്കെ, മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ എന്ത് പേര് വിളിക്കും? മ്യൂട്ടാജൻസ് എന്ന് വിളിക്കും. മ്യൂട്ടാജൻസ് രണ്ട് ടൈപ്പിലുണ്ട്. ഫിസിക്കൽ മ്യൂട്ടാജൻ ഉണ്ട്, കെമിക്കൽ മ്യൂട്ടാജൻ ഉണ്ട്. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, എക്സറേസ്, ഗാമാറേസ്, യുവിറേസ്. ഫിസിക്കൽ മ്യൂട്ടാജൻ എക്സാമ്പിളാണ്. കെമിക്കൽ മ്യൂട്ടാജൻ എക്സാമ്പിളാണ് ഈഥൈൽ, മീഥൈൽ സൾഫോണേറ്റ്, മസ്റ്റാർഡ് ഗ്യാസുകളൊക്കെ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 2 ടൈപ്പ് മ്യൂട്ടേഷൻ ഉണ്ട് മക്കളെ. ഒന്നാമത്തെ നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുക. എന്താണ് പോയിന്റ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. ഇത് നമ്മുടെ DNA-യുടെ ഒരു സെഗ്മെന്റ് ആണെന്ന് വിചാരിക്കാം. ഈ സെഗ്മെന്റിൽ അഡിനിൻ തൈമിൻ ആണ് ഈ ഒരു പൊസിഷനിലുള്ളത് വിചാരിക്കുക. ഇവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അവിടെ തൈമിൻ അഡിനിനായി ഒരു സിംഗിൾ ബേസ് പെയർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ ഒക്കെ പോയിന്റ് മ്യൂട്ടേഷന് എക്സാമ്പിളാണ്. സിക്കിൾ സെൽ അനീമിയ ഒക്കെ പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിളാണ്. ഇനി എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ കോസ്ഡ് ഡ്യൂ ടു ലോസ് അല്ലെങ്കിൽ ഡെലീഷൻ ഓർ ഗെയിൻ ഇൻസേർഷൻ ഓഫ് DNA സെഗ്മെന്റ്. മ്യൂട്ടേഷൻ വഴി നമ്മുടെ DNA-യുടെ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡിലീറ്റ് ആയി പോകും. അവിടെ നമുക്ക് കാണാം ഈ DNA ഈ ഒരു സെഗ്മെന്റ് ഡിലീറ്റ് ആയി പോവാം. അല്ലെങ്കിൽ പുതിയ സെഗ്മെന്റുകൾ, ഇത് നമ്മുടെ ഒരു DNA ആണെന്ന് വിചാരിക്കുക, ഇതിലേക്ക് പുതിയ ഒരു സെഗ്മെന്റ് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ആവുക. അങ്ങനെ സെഗ്മെന്റുകൾ ഡിലീറ്റ് ആവുക അല്ലെങ്കിൽ പുതിയ സെഗ്മെന്റുകൾ ഇൻസേർട്ട് ആവുക. അതുമൂലം സംഭവിക്കുന്ന മ്യൂട്ടേഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുക. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് പെഡഗ്രി അനാലിസിസ് ആണ് മക്കളെ. എന്താണ് പെഡഗ്രി അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടൂൾ യൂസ്ഡ് ബൈ ജെനറ്റിക്സ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് സ്പെസിഫിക് ട്രെയ്റ്റ്സ് ഓർ അബ്നോർമാലിറ്റി ഓർ ഡിസീസ് ഇൻ എ സെവറൽ ജനറേഷൻ ഓഫ് ഫാമിലി. അതായത് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ജനിതക രോഗങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജനിതക രോഗങ്ങളുടെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ, അതായത് അത് നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിലൂടെ അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജെനറ്റിക്സ് ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ പെഡഗ്രി അനാലിസിസ് എന്ന് വിളിക്കുക അല്ലേ. ഇതിൽ ഒരുപാട് സിംബൽസ് അവർ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്ക്വയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സർക്കിൾ ആണെങ്കിൽ ഫീമെയിൽ, റോംബസിന്റെ ആകൃതിയിലാണെങ്കിൽ സെക്സ് അൺസ്പെസിഫൈഡ് എന്നാണ്. അതായത് മെയിലാണോ ഫീമെയിൽ ആണോ നമുക്ക് അറിയില്ല എന്നാണ് അർത്ഥം. ഇനി ഇതിനൊക്കെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ, അവർക്ക് ജനിതക രോഗമുണ്ട് എന്നാണ് അർത്ഥം. ഇനി ഒരു സ്ക്വയറിനെ ഒരു സർക്കിളുമായിട്ട് ഒരു ലൈനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയ്റ്റിംഗ് അല്ലെങ്കിൽ മാരേജ് എന്നാണ് അർത്ഥം. ഇനി 2 ലൈനുമായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലേ, അതായത് റിലേറ്റീവ്സിന് കല്യാണം കഴിച്ചു, അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കോൺസാഗ്വീനസ് മീറ്റിംഗ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി ഈ ഒരു സിമ്പിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിൽ പാരന്റ് അല്ലേ, താഴത്തെ കുട്ടികൾ, ഒന്നാമത്തെ കുട്ടി പെൺകുട്ടി, രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി എന്നാണ്. ഇനി ഈ ഒരു സിമ്പിളാണ് കാണിക്കുന്നതെങ്കിൽ 2 പാരൻസ് തമ്മിൽ കല്യാണം കഴിച്ചു, അവർക്കൊരു ആൺകുട്ടി ഉണ്ടായി, ആ ആൺകുട്ടി അഫക്റ്റഡ് ആണ്, ജനിതക രോഗമുണ്ട് എന്നാണ് അർത്ഥം. ഇനി 5 എന്ന് എഴുതി റോംബസ് എഴുതി കാണാൻ അതിൻ്റെ ഉള്ളിൽ 5 എന്നിട്ട് കഴിഞ്ഞാൽ 5 കുട്ടികൾക്ക് ജനിതക
ജനിതക രോഗമില്ല. 5 അൺഅഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറ്റിക് ഡിസോർഡറുകളാണ് മക്കളെ. 2 ടൈപ്പിലുള്ള ജനറ്റിക് ഡിസോർഡറുകളുണ്ട്. ഒന്നാമത്തതിന് നമ്മൾ മെൻഡേലിയൻ ഡിസോർഡർ എന്നും ക്രോമസോമൽ ഡിസോർഡറുകൾ എന്നുമാണ് വിളിക്കുക. ഈ മെൻഡേലിയൻ ഡിസോർഡറുകൾ 7 എണ്ണമുണ്ട്. ഓക്കെ, ഏതൊക്കെ നോക്കിക്കോ. ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, ഈ 2 എണ്ണത്തിന് നമ്മൾ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡറുകൾ എന്നാണ് വിളിക്കുക. കാരണം ഈ അസുഖം ഉണ്ടാക്കുന്ന ജീനുകൾ സെക്സ് ക്രോമസോമിലാണ് കാണുക. ഇനി അതിനുശേഷമുള്ള PKU, സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇത് 3 എണ്ണത്തിന് ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്നാണ് വിളിക്കുക. കാരണം ഈ അസുഖം ഉണ്ടാക്കുന്ന ജീൻ ഉള്ളത് നമ്മുടെ ഓട്ടോസോമിലാണ്. ഇനി മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനന്റ് ട്രേറ്റ്, ഡോമിനന്റ് അല്ലീലുകൾ ഉണ്ടെങ്കിൽ അസുഖം എന്നാണ് അർത്ഥം. ഇനി ക്രോമസോമൽ ഡിസോർഡറുകൾ 3 എണ്ണമുണ്ട്. ഡൗൺ സിൻഡ്രോം, ടേർണർ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ മെൻഡേലിയൻ ഡിസോർഡർ ആയിട്ടുള്ള ഹീമോഫീലിയ അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ് എന്നുള്ള അസുഖത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പഠിക്കേണ്ട പോയിന്റ്, ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് എന്നുള്ളതാണ്. ഈ അസുഖത്തിന് കാരണക്കാരനായ ജീനുള്ളത് നമ്മുടെ സെക്സ് ക്രോമസോമിലാണ്. ഈ അസുഖമുള്ള ആൾക്കാർ എ സിംഗിൾ പ്രോട്ടീൻ ഇൻവോൾവ്ഡ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഈസ് അഫക്റ്റഡ്. നമ്മുടെ ബ്ലഡിനെ കട്ട പിടിപ്പിക്കുന്ന ഒരു പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ വൂണ്ട് ഉണ്ടെങ്കിൽ ആ വൂണ്ടിലൂടെ നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് H ജീൻ എന്ന് പറയുന്ന ജീൻ. ഈ ജീൻ ഉള്ളത് നമ്മുടെ സെക്സ് ക്രോമസോമായുള്ള എക്സ് ക്രോമസോമിലാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സ് ക്രോമസോം, മെയിലിന് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ എക്സ് ക്രോമസോമിൽ മാത്രമേ ആ ഹീമോഫീലിയനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഉള്ളത്. ഓക്കെ, ഇനി ഫീമെയിലാണെങ്കിൽ 2 എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ 2 എക്സ് ക്രോമസോമിലും ആ ഹീമോഫീലിയക്ക് കാരണക്കാരനായ ജീൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നോർമൽ ജീൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോർമൽ മെയിലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? എക്സ്, നോർമൽ മെയിലിനെ XHY എന്നാണ് നമ്മൾ നോർമൽ മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നോർമൽ ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുക XH എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കും. ഇപ്പം നമുക്കൊന്നും ഹീമോഫീലിയ ഇല്ല, കാരണം എന്താണ്? ഈ ജീൻ അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ച ഈ ജീനെ നമ്മൾ സ്മോൾ h എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ച ജീനിനെ XHY എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അയാൾക്ക് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. ഓക്കെ, ഇനി ഫീമെയിലിൽ 2 ജീനുകൾ ഉള്ളത് കൊണ്ട് ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു സ്മോൾ h എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു സ്മോൾ h ആയി കഴിഞ്ഞാൽ ആ ഫീമെയിൽ എന്താകും? കാരിയർ ആകും. ഇനി 2 ജീനിനും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞു, ആ ഫീമെയിൽ ആരാകും? അഫക്റ്റഡ് ആകും. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ഒരു ജീനിനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ ഫീമെയിൽ കാരിയറും, 2 ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ മാത്രമേ ഫീമെയിൽ എന്താവുള്ളൂ? അഫക്റ്റഡ് ആവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. ഈ ഡിസീസ് ഉണ്ടല്ലോ, കാരിയർ ആയിട്ടുള്ള ഫീമെയിലിൽ നിന്ന് മെയിലിലേക്ക് അസുഖം ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത. അതായത് കാരിയർ ആയിട്ടുള്ള ഫീമെയിലിൽ നിന്നും മെയിലിലേക്ക് അസുഖങ്ങൾ, അതായത് അവർക്കുണ്ടാകുന്ന ആൺകുട്ടികൾക്ക് അസുഖം ഉണ്ടാകും. കാരിയറിന് ഒരിക്കലും അസുഖം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതൊരു നോർമൽ മെയിലാണ്. നോർമലാണ്. ഈ മെയിലിന് എന്തില്ല? ഹീമോഫീലിയ ഇല്ല. അപ്പോൾ XHY എന്ന് നമ്മൾ എഴുതും. ഓക്കെ അല്ലേ? ഇവരൊരു കാരിയർ, ഇതൊരു കാരിയർ ഫീമെയിലാണ് അല്ലേ? കാരിയർ ഫീമെയിൽ നമ്മൾ എങ്ങനെ എഴുതാം? X സ്മോൾ h. ഇവർക്കും എന്തില്ല? അസുഖമില്ല. അപ്പോൾ ഇതാ ഇവർ 2 ടൈപ്പ് ഗ്യാമീറ്റ്, ഇവരും 2 ടൈപ്പ് ഗ്യാമീറ്റ്. അങ്ങനെ ഇതൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവർക്ക് ഉണ്ടാകുന്ന ആൺകുട്ടി എന്തായി മാറും? അഫക്റ്റഡ് ആവും. അപ്പോൾ ഇതാ പാരൻസിന് അസുഖമില്ല. പാരൻസിന് അസുഖമില്ലെങ്കിലും ആർക്ക് അസുഖം ഉണ്ടാകും? ഇവർക്കുണ്ടാകുന്ന ആൺകുട്ടികൾക്ക് അസുഖം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. നേരത്തെ പറഞ്ഞ ഹീമോഫീലിയയിലുള്ള H മാറ്റിങ്ങാണ്ട് അവിടെ C ആക്കിയാൽ മതി, വേറെ ഒരു മാറ്റവും നിങ്ങൾക്ക് വരുത്താനില്ല. അപ്പോൾ എന്താണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ തന്നെയാണ്. ഈ അസുഖമുള്ള ആൾക്കാർക്ക് അല്ലേ റെഡിനെയും ഗ്രീൻ കളറിനെയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും ഇൻഹെറിറ്റൻസ് പാറ്റേൺ. ഓക്കെ, അതായത് ഫീമെയിൽ കാരിയറും മെയിലിന് അസുഖമില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആൺകുട്ടികൾക്ക് എന്തുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്? കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇതാ ജീനോടൈപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നോർമൽ. ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മെയിലിന് അസുഖം ഉണ്ടാവും അല്ലേ? അതാണ് കളർ ബ്ലൈൻഡ് മെയിൽ. അതായത് ഇതാണ് ക്യാപിറ്റൽ C, ഇത് സ്മോൾ c ആണ്. അതായത് ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മെയിലിന് അസുഖം ഉണ്ടാവും. ഫീമെയിലിന് അസുഖം ഉണ്ടാവണമെങ്കിൽ ഇതാണ് നോർമൽ ഫീമെയിൽ. 2 ജീനിനും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫീമെയിലിന് അസുഖം ഉണ്ടാവുള്ളൂ. 2 ജീനിനും മ്യൂട്ടേഷൻ സംഭവിച്ചാൽ മാത്രമേ ഫീമെയിലിന് അസുഖം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് അബൌട്ട് കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന അസുഖമാണ്. ഈ അസുഖം ഇറ്റ് ഈസ് എ ഓട്ടോസോം റെസസീവ് ട്രൈറ്റ് ആണ്. ഈ അസുഖം ഉണ്ടാകാൻ കാരണക്കാരായ ജീനുള്ളത് നമ്മുടെ ഓട്ടോസോമിലാണ്. ഓക്കെ, 12ാമത്തെ ഓട്ടോസോമിലാണ് ഈ അസുഖത്തിന് കാരണക്കാരനായിട്ടുള്ള ജീനുള്ളത്. ഇതാണ് ആ ജീന് എന്ന് വിചാരിച്ചോ. ഞാൻ ആ ജീനിനെ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ഈ ജീനുകളാണ്, ഇതാണ് നോർമൽ ജീൻ. ഓക്കെ അല്ലേ? ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഈ ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുക. ഈ അസുഖത്തിന് പ്രത്യേകത, ഇറ്റ് ഈസ് ആൻ ഇൻബോൺ ഇറർ ഇൻ അമിനോ ആസിഡ് മെറ്റബോളിസം. നമ്മുടെ ശരീരം അമിനോ ആസിഡ് മെറ്റബോളിസത്തിനെ ഫെയിൽ ആകുമ്പോൾ, അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസം ഫെയിൽ ആകുമ്പോഴാണ് നമുക്ക് ഈ ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുക. ഈ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ, ഇവർ ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഉണ്ടാക്കില്ല. അതിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടാക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുക. അതായത് ഇതാണ് നോർമൽ ജീൻ. ഈ നോർമൽ ജീനാണ് ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസിനെ ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോർമൽ മെയിലിനെ നമ്മൾ എങ്ങനെ എഴുതുന്ന അറിയോ? എ എന്ന് എഴുതും. ഇനി ഇവിടുന്ന് ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു സ്മോൾ ലെറ്റർ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്ന് എഴുതി കഴിഞ്ഞാൽ ആരായി? കാരിയറായി. ഇനി 2 ജീനിനും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരായി? അഫക്റ്റഡായി. 2 ജീനിനും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അഫക്റ്റഡായി. അപ്പോൾ ഈ 2 ജീനും ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ഏത് എൻസൈമിനെ ഉണ്ടാക്കില്ല? ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഉണ്ടാക്കില്ല. അതിൻ്റെ ഫലമായിട്ട് ഫീനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിൻ്റെ മെറ്റബോളിസം നടക്കില്ല. ഈ ഒരു അസുഖത്തിനെയാണ് നമ്മൾ ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് വിളിക്കാം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സിക്കിൾ സെൽ അനീമിയ ആണ്. ഓക്കെ അല്ലേ? ഈ സിക്കിൾ സെൽ അനീമിയ പഠിക്കുന്നതിന് മുന്നേ മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലെ, നമ്മുടെ RBCൻ്റെ ഉള്ളിൽ റെഡ് കളർ ഓക്സിജൻ ക്യാരിങ് പിഗ്മെൻ്റ് ഉണ്ട്. ആ റെഡ് കളർ ഓക്സിജൻ ക്യാരിങ് പിഗ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കും. ഈ ഹീമോഗ്ലോബിന് മെയിനായിട്ട് 2 ഭാഗമുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഹീം എന്ന് പറയുന്ന ഒരു അയൺ പാർട്ട് ഉണ്ട്, ഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഗ്ലോബിൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ പാർട്ടിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കൊണ്ടാണ് ഈ ഗ്ലോബിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ 2 ആൽഫ ചെയിൻ ഉണ്ടാകും, 2 ബീറ്റ ചെയിൻ ഉണ്ടാകും. ഒരു ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡുകൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? ആ 146 അമിനോ ആസിഡുകളിലെ ആദ്യത്തെ ഒരു ബീറ്റ ചെയിനിലെ 146 അമിനോ ആസിഡിലെ ആദ്യത്തെ 7 അമിനോ ആസിഡാണ് ഇവിടെ കൊടുത്തുള്ളത്. അതിൽ നിങ്ങൾക്ക് കാണാം 6ാമത്തെ അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന 6ാമത്തെ അമിനോ ആസിഡ്. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ 6ാമത്തെ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ പകരം ഇവിടെ നിങ്ങൾ നോക്കിയേ വാലീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരാണ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഏത് അസുഖം ഉണ്ടാവുക? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഡിഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലീൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബുലിൻ ചെയിൻ ഓഫ് ദ ഹീമോഗ്ലോബിൻ. അതായത് ബീറ്റാ ഹീമോഗ്ലോബിൻ ചെയിനിൻ്റെ 6ാമത്തെ പൊസിഷനിലുള്ള ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം എന്ത് വരുന്നു? വാലീൻ വരുന്നു. ഇവിടെ നോക്കിയേ, ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡിനെ സിന്തസിസ് ചെയ്യുന്ന ജീനിലെ കോഡോൺ അല്ലേ? ഈ കോഡോൺ ഇവിടെ TA ആണ് എന്ന് വിചാരിക്കും. ഇവിടെ TA എന്ന് നിങ്ങൾക്ക് കാണും. ഇതാണ് നോർമൽ ജീൻ. ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ട് അവിടെ AT എന്ന് വരികയാണ്. TA വരുമ്പോൾ അവർ സിന്തസിസ് ചെയ്യുന്ന അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് AT വന്നു. അപ്പോൾ സിന്തസിസ് ചെയ്യുന്ന അമിനോ ആസിഡാണ് ആര്? വാലീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന അസുഖമാണ് നമുക്ക് ഏത് ഉണ്ടാക്കുക? സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുക അല്ലേ? ഇനി നിങ്ങൾ നോക്കണേ, ഇതാണ് നമ്മുടെ നോർമൽ RBC. ഓക്കെ അല്ലേ? ഈ നോർമൽ RBCൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 4 പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കാണാം. ഏതൊക്കെ 4 എണ്ണം? 2 ആൽഫ ചെയിൻ ഉണ്ട്, 2 ബീറ്റ ചെയിൻ ഉണ്ട്. ഇതിൽ ഒരു ബീറ്റ പെപ്റ്റൈഡ് ചെയിനിന് എന്ത് സംഭവിക്കുകയാണ്? പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ ഈ ചെയിനുകളൊക്കെ പരസ്പരം പോളിമറൈസ് ചെയ്യും, കൂടിച്ചേരും, ഉരുണ്ടുകൂടും. അങ്ങനെ ഉരുണ്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ RBC ബൈക്കോൺകേവ് ഷേപ്പിൽ നിന്നും സിക്കിൾ സെൽ ഷേപ്പിലേക്ക് അങ്ങോട്ടേക്ക് മാറും. ഇതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയുടെ വേറൊരു പ്രത്യേകത. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ മ്യൂട്ടന്റ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അണ്ടർഗോ പോളിമറൈസേഷൻ. മ്യൂട്ടേഷൻ സംഭവിച്ചു, ഇതാണ് മ്യൂട്ടേഷൻ സംഭവിച്ച ബീറ്റ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇവർക്ക് എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ ദ മ്യൂട്ടന്റ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അണ്ടർഗോ പോളിമറൈസേഷൻ അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ. അതായത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഈ പോളിപെപ്റ്റൈഡ് ചെയിനിന് ഓക്സിജനെ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ ഇവരെല്ലാവരും കൂടെ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ RBC ഏത് ഷേപ്പിലേക്ക് പോകും? സിക്കിൾ സെൽ ഷേപ്പിലേക്ക് പോകും. ഓക്കെ അല്ലേ? ഇതാണ് സിക്കിൾ സെൽ അനീമിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പെഡഗ്രി ചാർട്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയ പാരൻസിന് അസുഖമില്ല, പക്ഷേ കുട്ടികൾക്ക് അസുഖം. അപ്പോൾ പാരൻസ് ആരായിരിക്കും? കെയറർ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയൻ്റെ പെഡഗ്രി ആണ് എന്ന് തിരിച്ചറിയാം. ഓക്കെ, ഇനി അടുത്തത്
തലസീമിയ ആണ്. എന്താണ് തലസീമിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയയുമായിട്ട് ഡിഫറൻസ് ഉള്ള ഒരു അസുഖമാണ് തലസീമിയ. രണ്ടും അനീമിയ തന്നെയാണ്, പക്ഷേ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് തലസീമിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലോബുലിൻ ചെയിൻ ഈസ് അഫക്റ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹീമോഗ്ലോബിനിൽ ആൽഫ ചെയിനുകളുമുണ്ട് ബീറ്റ ചെയിനുകളുമുണ്ട്. ആ ആൽഫ ചെയിനിൻ്റെയും ബീറ്റ ചെയിനിൻ്റെയും പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യുക, അതായത് അവരുടെ സിന്തസിസ് ചെയ്യുന്ന ആൽഫ ചെയിനിൻ്റെയും ബീറ്റ ചെയിനിൻ്റെയും അളവ് കുറയാണ് ചെയ്യുക. ഏതിൽ? തലസീമിയയിൽ. നേരത്തെ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയയിൽ ഇൻകറക്റ്റ്ലി ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു ബീറ്റ ഗ്ലോബുലിൻ ചെയിൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഉണ്ടാകുന്ന ആൽഫ ചെയിനിൻ്റെയും ബീറ്റ ചെയിനിൻ്റെയും അളവ്, ക്വാണ്ടിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് തലസീമിയ എന്ന് പറയുന്ന അസുഖം, അല്ലേ? ഈ തലസീമിയ മക്കളെ 2 ടൈപ്പിലുണ്ട്. ഒന്നാമത്തേത് നമ്മൾ ആൽഫ തലസീമിയ എന്ന് പറയും, രണ്ടാമത്തേത് നമ്മൾ ബീറ്റ തലസീമിയ എന്ന് പറയും. എന്താണ് ആൽഫ തലസീമിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ ഗ്ലോബുലിൻ ചെയിനുകളുടെ പ്രൊഡക്ഷൻ എഫക്റ്റ്, അതായത് ആൽഫ തലസീമിയ ഉള്ള ആൾക്കാരിൽ ആൽഫ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ, 2 ആൽഫ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ നമ്പർ, അതിൻ്റെ എമൗണ്ട് കുറയും. അതിൻ്റെ എമൗണ്ട് കുറയുന്ന ആ അവസ്ഥക്കാണ് നമ്മൾ ആൽഫ തലസീമിയ എന്ന് പറയാം. ഇനി ബീറ്റ തലസീമിയ ഉള്ള ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നു നോക്കിക്കോ, ബീറ്റ ഗ്ലോബുലിൻ ചെയിനിൻ്റെ പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യും. ഈ ആൾക്കാരിൽ ബീറ്റ ഗ്ലോബുലിൻ ചെയിനുകളുടെ നമ്പർ കുറയാണ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എക്സാമിന് നിങ്ങൾ സ്ഥിരം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ് തലസീമിയയും സിക്കിൾ സെൽ അനീമിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, പഠിച്ചു വെച്ചോ. തലസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം എന്ന് പറയാനുള്ള കാരണം? സിന്തസൈസിങ് ടു ഫ്യൂ ഗ്ലോബുലിൻ മോളിക്യൂൾ, അതായത് തലസീമിയ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആൽഫ ചെയിനുകളുടെയും ബീറ്റ ചെയിനുകളുടെയും അളവ് കുറയാണ് ചെയ്യുക, പ്രൊഡക്ഷൻ്റെ അളവ് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം എന്നാണ് പറയുക. പക്ഷേ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. അതായത് സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാരിൽ ബീറ്റ ഗ്ലോബുലിൻ ചെയിൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷേ ഉണ്ടാകുന്ന ബീറ്റ ഗ്ലോബുലിൻ ചെയിൻ എന്താണ്? ഇൻകറക്റ്റ്ലി ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു ബീറ്റ ഗ്ലോബുലിൻ ചെയിനാണ് ആരെയിൽ ഉണ്ടാവുക? സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുക. ഈ 2 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മയോട്ടോണിക് ഡിസ്ട്രോഫിയാണ്. ഓക്കെ, ഇതൊരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രേറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ സംസാരിച്ചതൊക്കെ ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റുകളെ കുറിച്ചിട്ടായിരുന്നു. അതായത് സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോൺ യൂറിയ, അതേപോലെ തലസീമിയ. ഓക്കെ, സിസ്റ്റിക് ഫൈബ്രോസിസും ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണ്. പക്ഷേ ഇത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രേറ്റ് ആണ്. അതായത് ഡോമിനൻ്റ് അല്ലീലുകൾ ഉണ്ടെങ്കിൽ അസുഖമുണ്ട് എന്നാണ് അർത്ഥം. ഡീറ്റെയിൽ ഒന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പെഡഗ്രി മാത്രം പഠിച്ചു വെക്കുക. ഇവിടെ നോക്കിക്കേ, പാരൻസിന് അസുഖം, അപ്പോൾ കുട്ടികൾക്കും അസുഖം. ഇതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫിയുടെ പെഡഗ്രി ചാർട്ട്. കമ്പയർ 2 പെഡഗ്രി ചാർട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും. സിക്കിൾ സെൽ അനീമിയ ഞാൻ നേരത്തെ കാണിച്ചു, മയോട്ടോണിക് ഡിസ്ട്രോഫി. ഇത് തന്നുകാണ്ട് നിങ്ങളോട് ഏതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫിൻ്റെത്, ഏതാണ് സിക്കിൾ സെൽ അനീമിയൻ്റെത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ക്രോമസോമൽ ഡിസോർഡറുകളെ കുറിച്ചിട്ടാണ്. എന്താണ് ക്രോമസോമൽ ഡിസോർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്രോമസോമൽ ഡിസോർഡർ ഉണ്ടാവുക? ഇറ്റ് ഈസ് ഡ്യൂ ടു ആബ്സെൻസ് ഓർ എക്സസ് ഓർ അബ്നോർമൽ അറേഞ്ച്മെന്റ് ഓഫ് 1 or more ക്രോമസോം. നമുക്കറിയാം നമ്മുടെ നോർമൽ ക്രോമസോം നമ്പർ എത്ര? 46 ആണ്, അല്ലേ? ഈ 46 ക്രോമസോമിൽ നിന്ന് ഒരു ക്രോമസോമിൻ്റെ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ 45 ആയി. ഇനി ഒരു ക്രോമസോമിന് നമ്പർ കൂടി കഴിഞ്ഞാൽ എത്രയായി? 47. അപ്പോൾ നമ്മുടെ ക്രോമസോമിൻ്റെ നമ്പർ കൂടുക, കുറയുക, അല്ലെങ്കിൽ അത് അബ്നോർമൽ ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏത് അസുഖം ഉണ്ടാവുക? ക്രോമസോമൽ ഡിസോർഡറുകൾ ഉണ്ടാവുക. 3 ടൈപ്പ് ക്രോമസോമൽ ഡിസോർഡറുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേതാണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്കാരിലെ ക്രോമസോം നമ്പർ എത്രയാണ്? 47 ആണ്. എങ്ങനെയാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഡ്യൂ ടു അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം നമ്പർ 21. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം 21ാമത്തെ ക്രോമസോം നോർമലി നമുക്ക് എത്ര ഉണ്ടാവുക? 2 എണ്ണമാണ് ഉണ്ടാവുക. പക്ഷേ ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് 21ാമത്തെ ക്രോമസോം എത്ര ഉണ്ടാകും? 3 എണ്ണം ഉണ്ടാകും. സോ ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള കാരണം due to the presence of additional copy of chromosome number 21 ആണ്. അത് നമ്മൾ ട്രൈസോമി 21 എന്ന് പറയും. ഡൗൺ സിൻഡ്രത്തിൻ്റെ ജീനോടൈപ്പ് 45 ഓട്ടോസോം XX ആണ്. അതായത് ഫീമെയിലിനും ഉണ്ടാകും, XY വന്നതുകൊണ്ട് മെയിലിനും ഉണ്ടാകും. നോർമലി 44 ഓട്ടോസോമാണ് ഉണ്ടാവുക, അതിന് പകരം 45 ഓട്ടോസോമുകൾ ഉണ്ടാവും, അല്ലേ? ഈ അസുഖമുള്ള ആൾക്കാർ കാണിക്കുന്ന സിംറ്റമാണ് ഷോർട്ട് സ്റ്റാച്ചുർഡ്, ഉയരം കുറഞ്ഞ ആൾക്കാരായിരിക്കും. സ്മോൾ റൗണ്ടഡ് ഹെഡ്, വട്ടത്തിലുള്ള ചെറിയ തലയായിരിക്കും. വിത്ത് സ്മോൾ റൗണ്ടഡ് ഹെഡ്, ഫറോഡ് ടങ്ക്, നാക്കിൽ ഒരുപാട് കുഴികളുണ്ടായിരിക്കും. പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്, വായ എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കും. പാം ഈസ് ബ്രോഡ്, തടിച്ച പാമാണ് ഉണ്ടാവുക. വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ഗ്രീസ്, പ്രത്യേക തരത്തിലുള്ള കൈരേഖകളൊക്കെ ഇവർക്ക് ഉണ്ടാകും ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക്. ഇനി അടുത്തത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ആണ്. ക്രോമസോം നമ്പർ എത്രയാണ് വരിക? 47 ആണ് വരിക. ഈ അസുഖം എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അഡീഷണൽ കോപ്പി ഓഫ് X ക്രോമസോം ഇൻ മെയിൽ. മെയിലിൽ ഒരു X ക്രോമസോം അധികം വരും. നമുക്കറിയാം മെയിൽ എന്ന് പറഞ്ഞാൽ XY ആണ്, അല്ലെ? 44 ഓട്ടോസോം XY ആണ് മെയിൽ. ഈ മെയിലിൽ ഇതാ അഡീഷണൽ ആയിട്ട് ഒരു X ക്രോമസോമും കൂടെ വരികയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 44 ഓട്ടോസോം XXY ആണ്
ഏത് ക്ലൈൻഫെർട്ടർ സിൻഡ്രോം. ക്ലൈൻഫെർട്ടർ സിൻഡ്രോം ഉണ്ടെങ്കിൽ മെയിലാണ്, പക്ഷേ ഒരു എക്സ് ക്രോമസോം അധികമുള്ളത് കൊണ്ട് ഫെമിനൈൻ ക്യാരക്ടേഴ്സ് കാണിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകത ശ്രദ്ധിച്ചോ, ഓവറോൾ മസ്കുലൈൻ ഡെവലപ്മെൻറ്റ് അവർക്കുണ്ടാവും. ഫെമിനൈൻ ക്യാരക്ടർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ അവർ സ്റ്റെറൈലായിരിക്കും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരായിരിക്കും. ഇനി അടുത്ത ആളാണ്, അടുത്ത ജനിതക രോഗമാണ് മക്കളെ, അടുത്ത ക്രോമസോമൽ ഡിസോർഡർ ആണ് ടർണർ സിൻഡ്രോം എന്ന് പറയും. ക്രോമസോം നമ്പർ 45 ആണ്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നോർമൽ ഒരു ഫീമെയിൽ XX എന്നാണ് നമ്മൾ എഴുതുക. ടർണർ സിൻഡ്രോം ഉണ്ടെങ്കിൽ ഇതാ ഒരു എക്സ് ക്രോമസോം ഉണ്ടാവില്ല അല്ലെ, ഒരു എക്സ് ക്രോമസോം ഉണ്ടാവില്ല. ആകെ 45 ക്രോമസോമുകളാണ് ഉണ്ടാവുക. സെക്സ് ക്രോമസോം എക്സ് ക്രോമസോം കുറവുണ്ടാവും. ആബ്സെൻസ് ഓഫ് എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ ആണ്. ഇതിൻ്റെ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറീസ് ആർ റുഡിമെൻ്ററി, ഇവർക്ക് റുഡിമെൻ്ററി ഓവറിയാണ് ഉണ്ടാവുക. ലാക്ക് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അവർക്ക് ഉണ്ടാവില്ല, അവർ സ്റ്റെറൈലായിരിക്കും. ഇത്രയുമാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.